ഒമാനിലെ ഇബ്രയിൽ കച്ചവട സ്ഥാപനത്തിനുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയുണ്ടായി. കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് പ്രാഥമിക സൂചന ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. മരിച്ചയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. നേപ്പാൾ സ്വദേശിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. സ്ഫോടനത്തിൽ കടയുടെ ഒരു ഭാഗം പാടെ തകർന്നിരുന്നു. ഒമാനിൽ ഇത് തികച്ചും യാദൃച്ഛികമായ സംഭവമാണെന്ന് അധികൃതർ വെളിപ്പെടുത്തുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ സുരക്ഷാ നിർദ്ദേശവും പങ്കുവയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്ഫോടനത്തിൽ മരിച്ച ബംഗ്ലാദേശ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. പരിക്കേറ്റയാളുടെ പ്രാഥമിക ചികിത്സ നടത്തി വരികയാണ്. അതേസമയം ഒമാനിൽ തണുത്ത കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മൂടൽമഞ്ഞ് രൂപപ്പെടുകയുണ്ടായി. പുലർച്ചെയുള്ള മൂടൽമഞ്ഞിൽ ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യം വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. ചില മേഖലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മൂടൽമഞ്ഞ് ശക്തമായ സാഹചര്യത്തിൽ കാറ്റും ഉണ്ടായിരുന്നു. ഒമാന്റെ വിവിധ മേഖലകളിൽ കൊടും തണുപ്പ് അനുഭവപ്പെടുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുൻ വർഷങ്ങളിൽ ഈ സമയം ഉണ്ടായതിനേക്കാൾ കടുത്ത തണുപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പർവ്വത മേഖലകളിൽ പല ദിവസവും 0 ഡിഗ്രി വരെ താഴ്ന്നതാണ് ആരോപിക്കുന്നത്. മലയോര മേഖലകളിൽ കാറ്റും ശക്തമാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും വിനോദസഞ്ചാരികൾ ഇതിനോടകം തന്നെ മലനിരകളിൽ എത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.